ക്യാരി ഓൺ. നല്ല വിശപ്പായിരുന്നു, ഞാനിന്ന് കഴിച്ചു. അതിനെന്താ, സ്വന്തം വീട്ടിൽ ആരെങ്കിലും ഫോർമാലിറ്റീസ് നോക്കാറുണ്ടോ? ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. ശ്യാം എന്താണ് ശ്യാമിന്റെ ഡാഡിയെ കൊണ്ട് സംസാരിക്കാത്തത്? സംസാരിക്കാം. ടൈം കിട്ടണ്ടേ? എലീന തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഡാഡിയെ മീറ്റ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. എപ്പോഴാണ് എലീന തിരിച്ചു വരിക? ഡേ ആഫ്റ്റർ ടുമോറോ. 1 second. So you are coming by Bombay flight, eh? Yeah. എപ്പോഴാ Trivandrum flight? 9 o'clock. Oh, 9 o'clock. Bombay flight, Trivandrum flight 9 o'clock. Trivandrum flight 9 o'clock. Okay. എന്തിനാ ഇതൊക്കെ കുറിച്ചിടുന്നത്? അല്ല, എലീന തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് കുറച്ച് ഫ്രീ ആണല്ലോ, അതിനു വേണ്ടിയാണ്. കുറച്ചൊരു കാപ്പി കൊണ്ടുവരും. ഈ ചാപ്പി കൊണ്ടുവരും എപ്പോഴും പറഞ്ഞാലേ കാപ്പി ഉണ്ടാവില്ല. ഇത് മന്ത്രവും മായൊന്നുമല്ല. വെള്ളം തിളപ്പിക്കണം, കാപ്പിപ്പൊടി ഇടണം, പാലൊഴിക്കണം, പഞ്ചസാര ഇടണം. പ്രസംഗിക്കണ്ട, പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതി. അത് പതുക്കെ പറഞ്ഞാ പോരെ. ഐ ആം നോട്ട് ഡഫ്. ഇത് കണ്ടോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവരെ പറഞ്ഞു വിടാത്തത് വേറൊന്നും കൊണ്ടല്ല. എലീന എന്ന് പറഞ്ഞ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഷീ ലൈക്സ് യു സോ മച്ച്. വെറുതെ അവർക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഒരു യജമാനത്തിന്റെ മൊട്ടം പോകണോ? നോ നോ നോ, എലീന അവരെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളോട് അമ്മമാർക്കൊരു രീതി ഉണ്ടല്ലോ, അവരങ്ങനെ. അവരുടെ സ്നേഹം എലീനയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. എങ്കിൽ പിന്നെ എന്തിനത് ഒളിപ്പിച്ചു വെക്കണം? അങ്ങനെയായിരുന്നെങ്കിൽ ശ്യാമും ഞാനും തമ്മിൽ അടുക്കുമായിരുന്നില്ല. നമ്മളെ പോലെ പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാട് ഒരു വയസ്സായ സ്ത്രീന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഒരു ലിമിറ്റ് ഇല്ലേ? കരിങ്കല്ല് ചുമക്കുന്ന അത്ര പ്രയാസവും തോന്നുന്നു സംസാരം കേട്ടെ. ആരാ ഇവിടെ കരിങ്കല്ല് ചുമക്കാൻ പോകുന്നേ? നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുന്ന്? പോയി എലീനയുടെ ബാഗ് വല്ല എടുത്തോണ്ട് വന്നേ. ഇവിടത്തേക്ക് ഇനി വല്ല ആവശ്യം ഉണ്ടാവോ? എനിക്കൊന്നും വേണ്ട. ആശ്വാസം. കുഴപ്പമില്ല, തന്റെ അച്ഛനെ അവള് കണ്ടോട്ടെ, കല്യാണക്കാരി ഉറപ്പിച്ചോട്ടെ. അതിനെന്താ അത്ര വിഷമം? എനിക്ക് തന്തയില്ല, അത് തന്നെ. അത് നിന്റെ സ്വഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതല്ലെന്നേ, എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായി എന്ന് മാത്രമല്ല, അമ്മാവനെങ്ങാനും ഇത് അറിഞ്ഞാൽ ആകെ അലുകുളിത്താവും, എല്ലാം പൊളിയും. അമ്മാവൻ വേണ്ട, ഒരു തന്ത മതി. ഈ നാട് മുഴുവൻ കിടക്കയില്ലേ ലാവിഷായിട്ട് തന്തമാര്. സാറിന് എത്ര തന്തമാരോ? എനിക്കല്ലടേ, യവന്. എന്നാ ഞാൻ നല്ല അന്തസ്സുള്ള തന്തമാരെ കൊണ്ടിറക്കി തരാം. വലിയ ചാർജ് ആവും. ഒരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല കിളികിളികളി പോലെ തന്തമാര് വരും. അത് കുറയൂല്ലേ? 5 രൂപയ്ക്കും കിട്ടും, പക്ഷേ ചോറി പിടിക്കാൻ അത് വേണ്ട, അത് വേണ്ട. ഇനിയിപ്പോ ഒരു പ്രശ്നവും. ആ കിളിത്തന്ത എലീനെ കാണട്ടെ. കല്യാണത്തിന് സമ്മതമാണെങ്കിലും അത് 2 വർഷം കഴിഞ്ഞേ നടക്കൂ എന്നുറപ്പുകൊടുത്താൽ മാത്രം. എന്നാ ഞാൻ പോകുന്നു. ഇതാ തന്തയും തേടി. പല പേട്ട് തന്തമാരെയും വിളിച്ചോണ്ട് വന്ന് സംഭവം അൽക്കുലിട്ട് അകല്ലേ. അയ്യോ, സാറ് വിഷമിക്കാതെ. ഒരുത്തനെയും കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെങ്കിലും മേക്കപ്പ് ഇട്ട് അവൻ വിളിച്ചോണ്ട് വരും. നീ കാര്യം പറ അണ്ണാ. ഒരു ചെറിയ നാടകം. നിറയെ ആളൊക്കെ ഉണ്ടാവുമോ? ഓ, ആളൊക്കെ കുറച്ചേ കാണും. വേഷം എന്താ? തന്തപ്പടി. കാശ് രൊക്കം 50 രൂപ. പെർഫോമൻസ് കഴിഞ്ഞാൽ ഓടാൻ എടുത്ത് കൈ തരും. അപ്പൊ എവിടെയാ സ്റ്റേജ്? ഓ, സ്റ്റേജ് മാങ്ങാത്തൊലിയൊന്നുമില്ല. നമ്മളൊരു കൂട്ടുകാരന് കല്യാണം ഉറപ്പിക്കാണ്. ആളൊരു തന്തയില്ലാത്തതിനാ. നാളെ ഹിൽവി കോംപ്ലക്സിൽ കറക്റ്റ് 10 മണിക്ക്, ഫ്ലാറ്റ് നമ്പർ 12. ഇത്തരം പന്നത്തരത്തിനെ എന്നെ കിട്ടില്ല. നീ പോയി വേറെ വല്ല പണി നോക്ക്. അണ്ണാ, ഒരു ജീവിതം തകരും. അണ്ണാ, ഒരു പ്രേമം തകരും. അണ്ണാ, എടാ, ആൾമാറാട്ടത്തിന് പോലീസ് പിടിച്ചാലേ എന്റെ എല്ല് തരും. നീ നിന്റെ കാര്യം നോക്കടാ. തന്നെയൊക്കെ വിളിക്കാമെന്ന് എന്നെ പറയണേ. നീ പൈസ തരുന്നുള്ള നീ എന്താ ഉറപ്പ്? രാമകുട്ടി അണ്ണ, എന്നെയാണ് വിശ്വാസമില്ല. ഓ, പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ? 65 രൂപ 75 പൈസ പറ്റിയിട്ട് 7 മാസം എന്നെ ഒളിച്ചൊന്നും പിടിക്കണില്ലേ നീ? പക്ഷെ കിട്ടിയല്ലോ. ഓ, വീട്ടിൽ വന്ന് കുത്തിനെ പിടിച്ചു. എന്നാലും കിട്ടിയില്ലേ? അണ്ണാ, ഈ തന്ത കേസിൽ അണ്ണൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റും? ഇല്ല. അണ്ണാ, ഛേദമില്ലാത്തൊരു ഉപകാരം. കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുതണ്ണ. നീ എന്ത് കുന്തം പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ. തന്നെ എന്റെ കയ്യിൽ ഒരു ദിവസം കിട്ടും. ഓ, എന്റെ പട്ടി വരും. ചുമ്മാ നിനക്കെടുത്താ ഫോണോ ഇടുന്നു. ഇന്നത്തെ കാലത്ത് വിരലും വായിലിട്ടുണ്ടിരുന്ന 50 രൂപ കിട്ടുമോ? അതില്ല. പക്ഷെ നിന്റെ ഇടപാടായതുകൊണ്ടാ പേടി. നീ ആയിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊലസ്റ്റിലല്ലേ അവസാനിച്ചിട്ടുള്ളൂ. അതെങ്ങനെ? കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അയ്യോ, ഇതൊരു സിമ്പിൾ കേസല്ലേ.
അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്കാൻ. അത് ഓതിനല്ല, 50 രൂപ ചുളപോലെ എണ്ണി വാങ്ങിക്കാമല്ലോ. വേണ്ട വേണ്ട, നീ ആയിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട. നീ എന്റെ വാട്ടിട്ടു. തന്റെ ജീവിതകാലം മുഴുവൻ കണ്ടവന് വേണ്ടി അടിച്ചോണ്ടിരിക്കുക. എவ்வளவு കൊടുപ്പേ? 50 രൂപ. 500 രൂപ കൊടുത്താ വരാൻ. 500 രൂപ? നീ ആര് പെരിയ രജനിയാർത്താ? 500 തരാൻ മുടിയാതെ 50 രൂപ. ഇത് ഞാൻ ഇല്ല എന്നാ പോ. 50 രൂപ പോയാ എന്റെ വണ്ടി മറിയോടാ. ആലോചിക്കാനൊന്നുമില്ല അച്ചോ. ഏതായാലും നമ്മൾ കള്ളം പറയുന്നില്ല. അച്ചോ എന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളി കേട്ടാ മതി. പള്ളിയിൽ അച്ഛനാണോ ശരിക്കുള്ള അച്ഛനാണോ എന്ന് ആരറിയാ? ഇല്ല കുട്ടി, അതൊന്നും ശരിയാവില്ല. ഈ വേഷവും ധരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് തെറ്റല്ലേ? ഒരു ജീവിതം രക്ഷിക്കാനല്ലേ അച്ചോ? പിന്നെ അച്ഛൻ ഒരു 50 രൂപ കിട്ടും. രൂപയൊന്നും എനിക്ക് വേണ്ട. ഇതിനൊന്നും എന്നെ നിർബന്ധിക്കരുത്. കർത്താവിന് അതൊന്നും ഇഷ്ടമാവില്ല. എന്നാ പിന്നെ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ. ദുഃഖിക്കുന്നവനെ കർത്താവ് കൈവിടിയില്ല മോനെ. എന്നും പറഞ്ഞിട്ട് 26 കൊല്ലമായി. എടപ്പാളി, എടാ നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏറി ഏക്കരുത്. പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച അത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തിൽ നിന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്യണം ഉളച്ചേട്ടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ചു കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല. അത്ര സിമ്പതിലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കണ്ട് ആരെങ്കിലും വരാതിരിക്കും? നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊന്ത പോലും വരില്ല. പെണ്ണുകൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യണം ഉളച്ചേ? ധൈര്യമായിട്ട് തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ നാണക്കേടൻ. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എന്നണോ? കൊള്ളാം, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും. അതിനി എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, ഞാൻ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകാന്ന് വെച്ചു. ഡോൺ വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തും. മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയതാ. അച്ഛൻ അയ്യോ അച്ഛൻ താമസിച്ച എവിടേക്ക് നോക്കി അച്ഛനെ? അയ്യോ, വരില്ലെന്നുള്ള പറഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താങ്കളുടെ എല്ലാം പകരം പോകും. മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ ആയോടാ? എന്റെ അച്ഛനെ തല്ലരുത്. അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്ത. അച്ഛൻ ചളാക്കരുത്. പ്ലീസ് കൂൾ ഡൗൺ ഡാഡി. യുവർ ഹാർട്ട് ബീറ്റ്. നിന്റെ വേല മനസ്സിരിക്കട്ടെ. എനിക്ക് 50 രൂപ കിട്ടാതെ ഞാൻ പോകത്തില്ല. എന്റെ മോനെവിടെ? മോനെ, മരുമോളെവിടെ? അയ്യോ ഭ്രാന്ത ഭ്രാന്ത ഭ്രാന്ത. ഭ്രാന്തോ? നിന്റെ തന്തയ്ക്കാണോ ഭ്രാന്ത്? മര്യാദക്ക് നീ പറഞ്ഞ രൂപ. പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. രൂപ രൂപ. ഒരു പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയിലെന്ന് പറഞ്ഞു ഒരു വേഷം. മകനെ ഞാൻ അച്ചോ നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ചോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ചോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ചോ 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 അച്ചോ, പള്ളിയിലെ മണി കത്തിയച്ചോ. അച്ഛാ മണി വാച്ചോ. എടാ, എപ്പോഴാ കല്യാണം? കല്യാണോ? പൊണ്ണങ്ക എപ്പത്താ തിരുമണോ? തിരുമണോ? എടാ, എപ്പോഴാ കല്യാണം? എടാന്നോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്. പിന്നെ മകനെ എടാന്ന് വിളിച്ചൂടെ? ഇത് എൻ മകൻ.
What is this? അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this hemoglobins, when India, Mother India. Daddy, Elena, take away Daddy to his room. He's in a very critical position. Take him. Daddy, relax, Daddy. എന്താ നോക്കിക്കുന്ന പൊയ്ക്കൂടെ? കാശോടെ കാശോ? എന്നെ പേച്ച് കാശ് ഓടിയാ ഉങ്കല്ലേ വീഴും. എല്ലാം ബാക്ക് ആയില്ല. എനിക്ക് വിശ്വസിക്കാലോ. തീർച്ചയായും. ബോംബെയിലെത്തിയാ ഞാൻ വിളിക്കാം. ഹായ്. ഓക്കെ, സീ യു. ബൈ ബൈ. ബൈ ബൈ. Your attention, please. Indian Airlines announces the arrival of its flight number IC197 from Calcutta. ഹായ് ശ്യാം. Hello, Am I late? No, exactly on time. Come on. എപ്പം നോക്കിയാലും ഈ സ്ത്രീ ഇതേ നിൽപ്പാണല്ലോ. ഇവിടെ ജോലിയൊന്നും ചെയ്യാനില്ല. അതെ അതെ. ശ്യാം അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ വഷളായിപ്പോ. അല്ല അത് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചോദിച്ചാ കേട്ടില്ലേ? കഴിക്കാൻ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന്. ഉണ്ടാക്കിയാ ഉണ്ടാവും. ഉണ്ടാക്കി വെച്ചതൊക്കെ ഒരാൾ വിഴുങ്ങിട്ട് പോയില്ലേ? ആണോ? ആരാ ശ്യാം? ആള് ചുമ്മാ പറയുന്നല്ലേ. 60 കഴിഞ്ഞാ പിന്നെ അത്തം പിത്തോന്നല്ലേ. ഡിക്കമ്മായിക്ക് ഒരു 60 കഴിഞ്ഞാണോ അല്ലേ? 60 ആയാലും 70 ആയാലും പെരുമാറ്റം ശരിയല്ല. അല്ല അത് ഈ പ്രത്യേക സഹജ. എനിക്ക് ബ്രെഡൊന്നും വേണ്ട കേട്ടോ. ഇതെന്താ ഇത്? ഇഷ്ടമുള്ള പേര് വിളിക്കാം. മട്ടൻ കൊണ്ടുണ്ടാക്കിയ കട്ട്ലേറ്റാ. അതാർക്കാ മട്ടൺ കട്ട്ലേറ്റ്? ഞാൻ കഴിക്കുന്ന ആഹാരം മാത്രമേ ശ്യാമും കഴിക്കാറുള്ളൂ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നമുക്ക് ഇഷ്ടമില്ലാത്ത ആഹാരമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെ ഞാന് ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അനിൽ. അവൻ ബോംബെന്ന് വന്നു, അവന് വേണ്ടി ഉണ്ടാക്കിയതാ. ആ ശ്യാം, ബോംബെന്ന് നിന്റെ കൂട്ടുകാരൻ അനിലിന്റെ ടെലിഗ്രാം വന്നിട്ടുണ്ട്. ടെലിഗ്രാം? അവനെ നാളത്തെ ഫ്ലൈറ്റിന് വരുന്നുണ്ടെന്ന്. അനിൽ വന്നു എന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞ അനില് ഈ കക്ഷിയല്ല. നാളെ ബോംബെന്ന് വരുന്ന കക്ഷിയാണ് എന്റെ യഥാർത്ഥ കക്ഷിയായ അനിൽ. അല്ല അതേതാ വേറൊരു അനിൽ? വേറൊരു അനിൽ അതേതാ? ബോംബെയിൽ എനിക്ക് 7 സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെയും പേര് അല്ലെന്നാ. എല്ലാവരുടെയും പേര് അല്ലെന്നാ. ബോംബെയിലെ 7 സുഹൃത്തുക്കൾ. ഇടുത്തി വീഴുന്ന കണക്കാണല്ലോ വരവ്. ഇടുത്തി വീഴുന്ന ഞാൻ കണ്ടിട്ടില്ല. താൻ കണ്ട ഒരു വാരം ചെയ്യാൻ നോക്കൂ. അനില് വരുമ്പോഴേ ഇങ്ങനെ ടെലിഗ്രാം ഓഫീസിൽ വന്നിട്ടില്ലെന്ന് പറയാൻ നോക്കൂ. നിന്നോട് നാളെ എയർപോർട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ തന്ത പോവും. അയ്യോ, സാറിന് കള്ളം പറയാൻ വലിയ പ്രയാസമാണ്. ഓ, യാതൊരു പ്രയാസവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. ആ അപ്പൊ ഞാൻ വരട്ടെ. ശ്യാം, എന്റെ ഫ്ലൈറ്റിന്റെ സമയം മുഴുവൻ മാറാൻ പോവുക. അയ്യോ, എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കുഴയല്ലോ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അല്ല പിന്നെ എന്റെ ഈ ജോലി, പിന്നെ ഇന്ദുവിന്റെ ഫ്ലൈറ്റിന്റെ വരവ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ കുഴയല്ലോ എന്ന്. ഈശ്വര, ഇത്ര പെട്ടെന്ന് കഷ്ടകാലം തുടങ്ങിയോ? എന്റെ അമ്മൂമ്മയുടെ ടെലഗ്രാം.